ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞാനും സതീഷും ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്. കർണാടകയിലെ മൂകാംബിക, പിന്നെ കുടജാദ്രി, മുരുടേശ്വര അല്ലേ, മുരുടേശ്വര. അപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ പോയി നോക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ. പാലക്കാട് നിന്ന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് 10:30-ക്കാണ് ട്രെയിന്. രാവിലെ 5:30-7 മണിയാകുമ്പോഴേക്ക് 5:30-6 മണി 6:30-ക്കുള്ളിൽ എത്തും തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കർണാടകയിൽ എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ ഓക്കെ അല്ലേ? മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെ അടുത്ത് തന്നെ നമ്മളൊരു ലോഡ്ജ് എടുത്തിട്ടുണ്ട്, റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത് നമ്മൾ ഷൊർണൂരിൽ നിന്ന് ബയന്തൂരിലേക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വന്നത്. അവിടെ RT-PCR ചെക്കിംഗ് ഉണ്ട്. RT-PCR ചെക്കിംഗ് കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ ഇവിടെ എത്തി, മൂകാംബികയുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഫ്രഷായി നേരെ ഇവിടെ നിന്ന് നേരെ മൂകാംബിക അമ്പലത്തിൽ പോകണം. നമ്മുടെ സജീഷ് റെഡി ആവുകയാണ് ഇപ്പോൾ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അമ്പലത്തിനും പിന്നെ നമ്മൾ ഇവിടെ നിന്നതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ദർശനം കണ്ടതിന് ശേഷം നമ്മൾ കൊടജാദ്രി കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാപ്രശസ്തമായ ക്ഷേത്രമാണ് മൂകാംബിക. ഇവിടെ ആദിപരാശക്തിയെയാണ് മൂകാംബിക ദേവി എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അമ്പലം കർണാടകയിലാണെങ്കിലും കൂടുതൽ ദർശനത്തിനായി വരുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണ്. നവരാത്രി, വിജയദശമി, വിദ്യാരംഭം എന്നീ ദിവസങ്ങളിൽ ഇവിടെ പ്രധാന ഉത്സവമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയങ്ങളിൽ ഒരുപാട് ദർശകർ ഇവിടേക്ക് ദർശനത്തിനായി എത്താറുണ്ട്. ഇവിടെ ദർശനം നടത്തിയാൽ സർവ്വ ഐശ്വര്യവും കലാസാഹിത്യ മേഖലയിൽ ഉയർച്ചയും ഉണ്ടാകും എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അമ്പലത്തിനകത്ത് കയറി നമ്മൾ അത്തരത്തിൽ ദർശനമൊക്കെ കണ്ടു. നമ്മളിത് തിരിച്ച് രണ്ടാമത് റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ദർശനമായിരുന്നു. കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നെങ്കിലും നല്ല ദർശനമായിരുന്നു. പിന്നെ മെയിനായിട്ട് RT-PCR ടെസ്റ്റിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. 72 മണിക്കൂറിനകത്തുള്ള RT-PCRൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. റെയിൽവേ സ്റ്റേഷനിൽ വേണം. പിന്നെ അമ്പലത്തിനകത്ത് കയറുന്ന സമയത്ത് വേണം. ആധാറിൻ്റെ ഒരു അവർ നോക്കുന്നുണ്ട്. ആധാറിൽ നോക്കിയിട്ടാണ് അവർ നെയിം എടുക്കുന്നത്. പിന്നെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. വേറെ ഒന്നുമില്ല, വേറെ ഒരു പ്രൊസീജിയേഴ്സും ഇല്ല. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കുടജാദ്രിയിലെ ജീപ്പിലെ ട്രക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിനി കുടജാദ്രിയിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രക്കിംഗ് ആണ്. ഇവിടെ മൂകാംബിക വന്നിട്ടുള്ള ട്രക്കിംഗ് ആണ്. നമ്മളൊരു 7-8 പേരുണ്ട് വണ്ടിയിൽ. ടോട്ടൽ എത്ര രൂപയാണ് വെച്ചാൽ പറഞ്ഞാൽ ടോട്ടൽ എല്ലാം കൂടിയിട്ട് ചാർജസ് എല്ലാം കൂടിയിട്ട് 475 + 25 500 രൂപ വരും നമുക്ക് ടോട്ടൽ എല്ലാം കൂടി ചാർജസ്. അപ്പോൾ ട്രക്കിംഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ്. മൂകാംബിക അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമുക്ക് ട്രക്കിങ്ങിലേക്കുള്ള വിശേഷങ്ങൾ കാണാം. ഇടിക്കണ്ട കുട്ടിൻ്റെ തല ಗಾಡಿ ರನ್ನಿಂಗ್ ಅಲ್ಲಿ ಇಲ್ಲ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ നമുക്ക് കുടജാദ്രിയിലേക്കുള്ള ജീപ്പുകൾ അവൈലബിൾ ആണ്. കൊറോണയുടെ കാരണം കൊണ്ടായിരിക്കാം ഓരോ ജീപ്പുകാരും ഓരോ റേറ്റാണ് പറയുന്നത്. അവസാനം ഞങ്ങളൊരു 480 റുപ്പീസിന് ഒരു ജീപ്പ് റെഡിയാക്കി ഞങ്ങളും കൂടാതെ ഒരു 6-7 പേരടങ്ങുന്ന സംഘവും നേരെ കുടജാദ്രിയിലേക്കുള്ള യാത്രയാണ്. ആദ്യത്തെ ഒരു 30 കിലോമീറ്ററോളം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റൂട്ടിലൂടെയാണ് യാത്ര. അതിനുശേഷം സ്റ്റാർട്ടാവും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന് ശേഷം നമുക്ക് സ്റ്റാർട്ടാവുന്നത് പിന്നെ ഓഫ് റോഡാണ്. കുറച്ച് സാഹസ്യം നിറഞ്ഞ യാത്രയാണ്. നമുക്ക് ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് 60 രൂപ എന്ന നിരക്കിൽ കൊടുക്കണം അവിടെ എൻട്രി ഫീസ്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ ബോട്ടിലോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ 50 റുപ്പീസ് പേ ചെയ്യണം. അത് നമുക്ക് റിട്ടേൺ വരുന്ന സമയത്ത് ആ ബില്ല് പേ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ റിട്ടേൺ ലഭിക്കും. ഏകദേശം തന്നെ നോട്
3 घंटे നമ്മളിപ്പോൾ ശങ്കരാപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കരാചാര്യ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓഫ് റോഡിങ് കഴിഞ്ഞ് മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ടെമ്പിളിലേക്ക്. ഇവിടുന്ന് കുറച്ച് സ്ഥലമുണ്ട്, നല്ല കോടമഞ്ഞും കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. കോടയിൽ ഫുള്ള് മല മൊത്തം മറഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കി ആയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ മലനിരകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചൂടുണ്ട്, തണുപ്പ്, കോട, ഇതെല്ലാം കൂടി നിറഞ്ഞിട്ടൊരു ക്ലൈമറ്റാണ്. നമ്മളിപ്പോൾ വേർത്ത് കുടിച്ചിരിക്കുക ചൂടിൽ. ഇപ്പം മാറി, ഇവിടെ കുറച്ച് ഓരോ സ്റ്റെപ്പ് കയറും തോറും ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ കാണുക. ഒന്നും പറയാനില്ല. ഇതൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും നമ്മുടെ ലൈഫിലൊക്കെ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മഞ്ഞും വെയിലും മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈം എടുത്തു ഇവിടെ എത്താൻ. അപ്പോൾ നമ്മൾ 4406 അടി മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശങ്കരാപീഠത്തിൻ്റെ ആ ലാസ്റ്റ് പോയിൻ്റാണിത്. ഇതാണ് ശങ്കരാപീഠം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടേക്ക് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങും. നമ്മൾ അവിടെ അമ്പലത്തിലൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മളിപ്പോൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോഴും നല്ല മഞ്ഞുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ, ചന്ദ്രശേഖർ എന്നാണ് ആളുടെ പേര്. ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക. 480 റുപ്പീസിന് നമുക്ക് ആളെ ട്രക്ക് ഓഫ് റോഡ് ചെയ്ത് ആൾ നമ്മളെ കുടജാത്രി കൊണ്ടുപോയി ആക്കും. ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തിരിച്ചിറങ്ങാണ് ആദ്യം തിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാണ്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ടീമാണ് ബാക്കിലുള്ളത്. എല്ലാവരും ഉണ്ട്, ഒരു 7 പേരാണോ ഉള്ളത് നമ്മളിവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുടജാത്രി ട്രക്കിങ്ങും ഓഫ് റോഡും പിന്നെ ജീപ്പ് സഫാരിയും അമ്പലവും എല്ലാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.